നമ്മുടെ നാട്ടിൽ ചില പഴഞ്ചൊല്ലുകളുണ്ട്. പല്ലും ചൊല്ലും വൈകി വരണം. അതായത് കുഞ്ഞിന് പല്ലും അതുപോലെ തന്നെ സംസാരവും വൈകി വരുന്നത് എന്തോ വലിയ കാര്യമാണ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് വലിയ ബുദ്ധിശക്തിയാണ് എന്നൊക്കെയുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. ഇത് തെറ്റിദ്ധാരണയേക്കാൾ കൂടുതൽ അച്ഛനമ്മമാരിൽ വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം സമയത്ത് തന്നെ വരണം. അത് പല്ലായാലും സംസാരമായാലും കുട്ടി ഇരിക്കുന്നതായാലും നടക്കുന്നതായാലും ഒക്കെ. നോക്കൂ, നമുക്ക് ചുറ്റും നമ്മൾ ധാരാളം വൈകല്യങ്ങളുള്ള കുട്ടികളെ കാണുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള വൈകല്യങ്ങളുള്ള ധാരാളം കുട്ടികളെ, ഇപ്പോൾ ഓട്ടിസം ഒക്കെ കുട്ടികളുടെ ഇടയിൽ എത്രയോ കോമൺ ആണ്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്, കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ പല സിംറ്റംസ് അല്ലെങ്കിൽ പല ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പല മുന്നറിയിപ്പുകൾ നമുക്ക് തരാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് അച്ഛനമ്മമാർക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പല്ലായാലും ചൊല്ലായാലും എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ വരണം. അത് വരുന്നില്ല, അത് ഡിലേഡ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്തോ പ്രശ്നം കൊണ്ടാണ്. നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 4-5 മാസമാകുമ്പോൾ കുഞ്ഞിന് കഴുത്തുറയ്ക്കും. 6-7 മാസമാകുമ്പോൾ കുഞ്ഞ് കമിഴ്ന്ന് തുടങ്ങും. 8-9 മാസമാകുമ്പോൾ, അതായത് സപ്പോർട്ടില്ലാതെ ഇരുന്ന് തുടങ്ങും. ഒരു 10-11 മാസമാകുമ്പോൾ പിടിച്ച് നിന്ന് തുടങ്ങും. 1 വയസ്സ് 1-1.25 വയസ്സിനുള്ളിൽ നടന്നു തുടങ്ങും. 2 വയസ്സിൽ ഓടി തുടങ്ങും. അപ്പൊ ഇതെല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വെച്ചിരിക്കരുത് കേട്ടോ.